ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. സോറി, ഇന്ന് ഗൈഡൻസ് മെസ്സേജ് ഇല്ല, ഇന്നൊരു റീഡിംഗ് എടുക്കുന്നുള്ളൂ. ഇന്ന് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് എടുക്കുന്നത്. എന്തോന്നത് ചെയ്യണം തോന്നി. ആക്ച്വലി റിലേഷൻഷിപ്പിൻ്റെ ഐ തിങ്ക് ഒരുപാട് ഈ ഫുൾ മൂണിൻ്റെ എനർജി കാരണം അപ്പ് ആൻഡ് ഡൗൺ ഐ തിങ്ക് ഒരുപാട് പേര് മെസ്സേജൊക്കെ വരുന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഞാൻ റിലേഷൻഷിപ്പിലേക്ക് ഇന്ന് ഒരു ഫോക്കസ് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ക്ഷമിക്കുക, ഗൈഡൻസിന് വേണ്ടി വെയിറ്റ് ചെയ്തവരൊന്ന് ക്ഷമിക്കുക, സോറി. ഓക്കെ ഓക്കെ ഇന്ന് നിങ്ങൾ ഐ തിങ്ക് നിങ്ങൾക്കൊരു ലൈക്ക് മനസ്സിൽ തോന്നലുണ്ട്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മനസ്സിലാക്കുന്നില്ല, അവർ നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കുന്നില്ല എന്ന രീതിക്ക് അവർ എന്താ പറയുക, അവർക്ക് നിങ്ങളെ ഒരു ശരിക്കും അവർ കെയർ ചെയ്യുന്നില്ല, അവർ നിങ്ങൾക്ക് തരേണ്ട അറ്റൻഷൻ തരുന്നില്ല എന്ന രീതിക്കൊക്കെ ഉള്ള ഒരു കംപ്ലൈൻറ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവർ അവോയ്ഡ് ചെയ്യുന്നു. ചിലർക്ക് നിങ്ങളെ വിട്ടുമാറി നിൽക്കുന്നുണ്ടാവാം, ബ്ലോക്ക് ആയിരിക്കാം, സെപ്പറേഷൻ ആയിരിക്കാം. അല്ലാത്തവർക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാതെ നിങ്ങളുടെ പേഴ്സൺ മാറി നടക്കുന്നു, അല്ലെങ്കിൽ അവർ ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നു എന്ന രീതിക്കൊക്കെ കുറേ കംപ്ലയിൻസ് ആയിരിക്കും നിങ്ങളുടെ മനസ്സിൽ. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താ തോന്നുന്നത്, ആൻഡ് ഈ പേഴ്സൺ അത് മനസ്സിലാക്കുന്നുണ്ടോ, അവർക്ക് എന്താ തിരിച്ച് ഫീലിംഗ് തോന്നുന്നത് എന്ന് നോക്കാം നമുക്ക്. ഓക്കെ, ആൻഡ് ഗൈഡൻസ് ആയിട്ട് കൂടെ എടുക്കാം. ഓക്കെ, റിലേഷൻഷിപ്പ് ആണ് ഇന്ന് ഫോക്കസ്. ഓക്കെ, വെളിച്ചം ഐ തിങ്ക് ഒരു സെക്കൻഡ്. ഓക്കെ, സോറി, ഇന്ന് വെളിച്ചം ലേശം കുറവായിരിക്കാം. ലെറ്റ്സ് സീ, നമുക്ക് നിങ്ങളുടെ ഫീലിങ്സ് ആദ്യം എന്താണെന്ന് എടുക്കാം. നിങ്ങളുടെ മനസ്സിൽ വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. ഓക്കെ, നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ്, ഏസ് ഓഫ് പെൻറ്റിക്കിൾസ്. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ ഒരു സ്റ്റെബിലിറ്റിയുടെ കാര്യം ഫീൽ ചെയ്യുന്ന പോലെയാണ്. ഇതും സെവൻ ഓഫ് പെൻറ്റിക്കിൾസ്. ഓക്കെ, എല്ലാം പെൻറ്റിക്കിൾസ് ആണല്ലോ നിങ്ങളുടെ മനസ്സിൽ. നിങ്ങൾ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന പോലെ ഉണ്ട്. എയ്റ്റ് ഓഫ് പെൻറ്റിക്കിൾസ്. വാവ്, അതെന്തായത് നിങ്ങളുടെ മനസ്സിൽ ഇന്ന് വളരെ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ ചിന്തിക്കുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, മേ ബി നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും അതർ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് കുറച്ചുകൂടി കമ്മിറ്റ്മെൻറ്റ് വേണം, അവരുടെ ഭാഗത്തു നിന്നൊരു കുറച്ചുകൂടി ഇതിനൊരു എഫേർട്ട് വേണം, അവരുടെ ഭാഗത്ത് നിന്ന് ലൈക്ക് ഓഫറാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, അവർ കമ്മിറ്റഡ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് നിൽക്കുക, ഈ റിലേഷൻഷിപ്പിൽ ഒരു ഗ്രോത്ത് കാണാൻ ആഗ്രഹിക്കുക, അവരും കൂടി എഫേർട്ട് ഇടണം എന്ന രീതിക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട് ഇവിടെ. സോ ഒരു ചേഞ്ച്, ലൈക്ക് നിങ്ങൾ മേ ബി ഇതുവരെ പാസ്റ്റ് എനർജി ഒന്ന് പിക്ക് ചെയ്യാൻ തോന്നുന്നുണ്ട് എനിക്ക്. ബിഫോർ വീൽ ഓഫ് ഫോർച്യൂൺ എന്തായിരിക്കാം? ഫോൺസ്. ഓക്കെ ഓക്കെ, നിങ്ങൾ ഐ തിങ്ക് ഇതുവരെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുന്നതായിട്ട് നിങ്ങളാണ് ഇതിൽ എഫേർട്ട് ഇടുന്നത് മുഴുവൻ എന്ന്. ഓക്കെ, നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് ഫുൾ എഫേർട്ട്, അവരുടെ ഭാഗത്തു നിന്നില്ല. ഓക്കെ, അവർ ഒരു സ്ലോ പ്രോഗ്രസ് ആണ് നിങ്ങൾക്ക് കാണുന്നത്. നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. സോ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഈ വ്യക്തി എന്താണ് ഒരു കമ്മിറ്റ്മെൻറ്റ് തരാത്തത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ കമ്മിറ്റഡ് ആയിട്ട് നിൽക്കാത്തത്, എന്താ ഇത്ര സ്ലോ അവരുടെ ഭാഗത്തു നിന്ന് ഈവൻ റെസ്പോൺസ് ആയാലും ശരി, മെസ്സേജ് റെസ്പോൺസ് ആയാലും ശരി, അവർ സംസാരമായാലും കമ്മിറ്റ്മെൻ്റ് ആയാലും എല്ലാം വളരെ സ്ലോ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്. ആക്ച്വലി ഇത് രണ്ട് കാർഡും പറയുന്നത് സ്ലോയിൻ്റെ കാര്യമാണ്. സോ നിങ്ങൾ ഒരുപാട് ക്ഷമ വെച്ചിരിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് ക്ഷമ വെച്ചിരിക്കുന്നുണ്ട് ദാറ്റ് പേഴ്സൺ ഈ ഒരു ലെവലിലെത്താൻ. ഓക്കെ, ഒരു കമ്മിറ്റഡ് ലെവലിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് എഫേർട്ട് നിങ്ങൾ ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇതിൽ എഫേർട്ട് ഇടുന്നത്, അവരുടെ ഭാഗത്തു നിന്നില്ല, പോരാ എന്ന രീതിക്കാണ് നിങ്ങൾക്ക് തോന്നുന്നത്. ഇതും സ്ലോ എനർജിയാണ്, ഇതും സ്ലോ എനർജിയാണ്. നമ്മളൊരു ഗ്രോത്ത് വളരെ സ്ലോ എന്ന് പറയാം. ഓക്കെ, നിങ്ങളിടുന്ന എഫേർട്ടിന് ഓക്കെ നിങ്ങൾ ഒരു റിസൾട്ടായിട്ട് നിങ്ങൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന തരത്തിലൊക്കെയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ മനസ്സിൽ മെയിനായിട്ട് നിങ്ങൾ ഐ തിങ്ക് ആഗ്രഹിക്കുന്നത് പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഒരു കമ്മിറ്റ്മെൻ്റ് ആണ്. കമ്മിറ്റഡ് ആയിട്ട് അവർ നിൽക്കണം. ഓക്കെ, അവർ എന്തെങ്കിലുമൊക്കെ മേ ബി ഒരു കാർമിക് ഫേസ് ഒക്കെ നിങ്ങൾ തമ്മിലുണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്ന് എൻഡായിട്ട് നിങ്ങൾ തമ്മിലൊരു സിറ്റുവേഷൻ ബെറ്റർ ആവണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. ഓക്കെ, ആക്ച്വലി ഫീലിങ്സ് അല്ല കാണുന്നത് ഇവിടെ. ഫീലിങ്സിനെക്കാളും നിങ്ങൾ ഇമോഷണൽ ആയിട്ടല്ല, ഐ തിങ്ക് വളരെ പ്രാക്ടിക്കൽ ആയിട്ടാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ആൻഡ് അതിൽ തെറ്റെന്ന് പറയാനില്ല. ബിക്കോസ് നിങ്ങൾ വളരെ ലൈക്ക് പ്രാക്ടിക്കലായിട്ട് ആ പേഴ്സൺ ഒരു സ്റ്റേബിൾ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഒരു നിങ്ങളുടെ മനസ്സിലെ ഫീലിങ്സ് ഒന്ന് കുറച്ചുകൂടി ഇമോഷൻസ് എന്താ കാണാത്തത് നിങ്ങളുടെ മനസ്സിൽ. ഓക്കെ, ജഡ്ജ്മെൻറ്റ് വെയിറ്റ് ചെയ്യുകയാണ് നിങ്ങൾ. ടെൻ ഓഫ് പെൻറ്റിക്കിൾസ്, അഗെയിൻ പെൻറ്റിക്കിൾസ്. വാവ്, വളരെ പ്രാക്ടിക്കലായിട്ടാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. അല്ലാണ്ട് ഇവിടെ നിങ്ങൾ ഇപ്പോൾ ഐ തിങ്ക് ഒരു ഇതല്ല, ഇമോഷണലായിട്ട് നിങ്ങൾ ഇതാക്കുന്നതല്ല. ഓക്കെ, നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്ന പേഴ്സൻ്റെ ഭാഗത്തിന് ഒരു ന്യായം വേണം എന്നാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ യൂണിവേഴ്സിനോട് പറയുന്നത് ന്യായം ചെയ്യൂ എന്ന രീതിക്കാണ്. അഗെയിൻ സമയത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. സോ മേ ബി നിങ്ങളൊരു ജഡ്ജ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. പേഴ്സൻ്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളോട് തെറ്റ് സോറി പറഞ്ഞു വരണം എന്നോ, നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കുക. അഗെയിൻ എല്ലാം പെൻറ്റിക്കിൾസ് ആണ്. പെൻറ്റിക്കിൾസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു സ്റ്റെബിലിറ്റിയാണ് പറയുക. ഓക്കെ, നമ്മളൊരു ശരിക്കും ഒരു പ്രോപ്പർ റിലേഷൻഷിപ്പ്. ചിലവർക്ക് മാരേജ് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ കുറച്ച് പേർക്ക്.
8 of Pentacles and 10 of Pentacles. നിങ്ങൾ മാരേജ് ആഗ്രഹിക്കുന്നുണ്ട് കുറച്ച് പേർക്ക്. ഓക്കെ, എല്ലാവർക്കും സാധിക്കണം എന്നില്ലല്ലോ. ഓക്കെ, അല്ലാത്തവർക്ക് നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് അത്രയും കമ്മിറ്റഡ് ആയിട്ടൊരു എഫേർട്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഓക്കെ, കിങ് ഓഫ് വോൺസ് എനർജി ഉണ്ട്. നിങ്ങൾക്ക് പാഷൻ ഉണ്ട്, നിങ്ങൾ അവരോട് അട്രാക്ഷൻ, പാഷൻ എല്ലാം ഉണ്ട്. പക്ഷെ അവർ ആ ഒരു പാഷനേറ്റ് ആയിട്ട് അവർ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ഭാഗത്തു നിന്ന് ആ ഒരു പാഷൻ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അവരിപ്പോൾ മേ ബി ഒരു എന്താ പറയുക, ആർക്കോ വേണ്ടി ചെയ്യുന്ന തരത്തിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. ചിലപ്പോൾ അതായിരിക്കാം. ഓക്കെ, നിങ്ങൾ കുറച്ചുകൂടി അവരുടെ ഭാഗത്തു നിന്ന് മേ ബി ആ ഒരു പഴയ മുമ്പുണ്ടായിരുന്ന രീതിയിൽ അവർ കുറച്ചുകൂടി പാഷനേറ്റ് ആയിട്ട് അവരുടെ ഭാഗത്തു നിന്ന് കൂടി ഒരു എഫേർട്ട്. പാഷനേറ്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ലൈക്ക് ഒരു എന്തൂസിയാസം അല്ലേ, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് ഉള്ള ഒരു എന്തൂസിയാസം, ഒരു എക്സൈറ്റ്മെന്റ് എന്നൊക്കെ പറയാം. ഓക്കെ, ആ രീതിയിൽ അവരും കൂടി കുറച്ചുകൂടി നിങ്ങളോട് ഇൻവോൾവ് ആയിട്ട് വേണം. ഓക്കെ, പേഴ്സന്റെ മനസ്സിൽ എന്താ നോക്കാം. പേഴ്സൺ ഇതും തിരിച്ചറിയുന്നുണ്ടോ, അവരുടെ മനസ്സിൽ എന്താ ഫീൽ ചെയ്യുന്നത് നോക്കാം നമുക്ക്. ലെറ്റ്സ് സീ. 3 of Wands ഉണ്ട്. ഓക്കെ, സാധാരണ ഇത് എന്താ പറയുക, പേഴ്സന്റെ ഭാഗത്താണ് ഇങ്ങനെ ഇത്ര പ്രാക്ടിക്കലായിട്ട് ചിന്ത വരേണ്ടത്. പക്ഷെ ഇപ്പൊ നിങ്ങളാണത്. വെരി ഗുഡ്. ഓക്കെ, ക്വീൻ ഓഫ് വാൻസ് നേരത്തെ നിങ്ങളുടെ വന്നിരുന്നു. ക്വീൻ ഓഫ് സോർഡ്സ്, അതാണ് പ്രശ്നം. ഓക്കെ, 4 of Wands, 8 of Wands. ഓക്കെ, പേഴ്സന്റെ ഭാഗത്ത് കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അവർ കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ പ്രോബ്ലം, ഓക്കെ, ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ക്വീൻ ഓഫ് സോർഡ്സ് ആൻഡ് ക്വീൻ ഓഫ് വാൻസ് 2 പേരുണ്ട് അവരുടെ ലൈഫിൽ എന്ന് പറയാം. ഒന്ന് നിങ്ങളാണ് ഡെഫിനറ്റ്ലി. ഓക്കെ, മീൻസ് ലേഡീസ് ആവണമെന്നില്ല. ഓക്കെ, പ്ലീസ് മാറ്റിയെടുക്കുക. ലേഡീസ് ജെൻസ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറ്റിയെടുക്കാം. ഓക്കെ, സോ ക്വീൻ ഓഫ് വാൻസ് ആൻഡ് ക്വീൻ ഓഫ് സോർഡ്സ് 2 എനർജീസ് വന്നിട്ടുണ്ട് നമുക്ക്. സോ ലൈക്ക് തീർച്ചയായും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ വേറെ വ്യക്തി ഉണ്ട് എന്നുള്ള കാര്യം, അത് ഒന്നുമില്ലെങ്കിൽ അവർ മാരീഡ് ആയിരിക്കാം ഓൾറെഡി, അല്ലെങ്കിൽ ഓക്കെ നിങ്ങളുമായിട്ട് മാരേജ് ആഗ്രഹിക്കുന്നു എന്നും പറയാം. എനിക്ക് അല്ലെങ്കിൽ അവർ മാരീഡ് ആയിരിക്കാം. സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ എടുക്കാം. കമ്മ്യൂണിക്കേഷൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളോട് സംസാരിക്കണം, കാണണം, മീറ്റ് ചെയ്യണം. ഓക്കെ, നിങ്ങളോട് ശരിക്കും അവർക്ക് പാഷനേറ്റ് ആയിട്ട് അവർക്കും എക്സ്പ്രസ് ചെയ്യണം എന്നുണ്ട്, അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ട്. ഇവിടെ പ്ലാനിങ് ആണ് കാണുന്നത്. അവർക്ക് നിങ്ങളെ മീറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാൻ അവരുടെ മനസ്സിലുണ്ട്, ആഗ്രഹമുണ്ട്. ഓക്കെ, ബട്ട് ഐ തിങ്ക് ഈ ഒരു കൺഫ്യൂഷനിൽ പെട്ടാണ് ഇപ്പം നിൽക്കുന്നത്. അവരുടെ മനസ്സിൽ നിങ്ങളോട് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ അവർ എന്താണ്, ജഡ്ജ്മെന്റ്. വെരി നൈസ്. ഗ്രീൻ കളർ ഹാർട്ട് ചക്ര. ഓക്കെ, ഹാങ്മാൻ, അതിലും ഗ്രീൻ ആണ്. വെരി ഗുഡ്. പേജ് ഓഫ് വാൻസ്. അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം. 2 of Wands. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഇപ്പോൾ സെപ്പറേഷൻ ആയിരിക്കാം, ഞാൻ പറഞ്ഞ പോലെ. ഓക്കെ, സെപ്പറേഷൻ ആയിരിക്കാം, മാറി നിൽക്കുന്നുണ്ടാവാം. പക്ഷെ അവർ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കണം എന്നാണ് ആലോചിക്കുന്നത്. ഓക്കെ, Ace of Swords ആണ് ഇവിടെ. 7 of Pentacles വന്നിട്ടുണ്ട് മാച്ച് ഇവിടെ. ഓക്കെ, സോ യെസ്, അവർക്കും അറിയാം അവരിടുന്ന എഫേർട്ട് പോരാ എന്നുള്ളത്. ഓക്കെ, എൻ്റെ ഇവിടെ ജഡ്ജ്മെന്റ് കാർഡ് വീണ്ടും വന്നിട്ടുണ്ട്. അവരുടെ ഭാഗത്തും ഉണ്ട്, അവർക്കും ഉണ്ട് നിങ്ങളോട് ന്യായം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. മേ ബി യൂണിവേഴ്സായിട്ട് ചിലത് ചെയ്യിപ്പിക്കുമെന്നും പറയാം കേട്ടോ. ഓക്കെ, അങ്ങനെയും പറയാം നമുക്ക് ഇവിടെ. ആൻഡ് ഇവിടെ ഹാങ്മാൻ സിറ്റുവേഷൻ ആണ്. സോ ഹാങ്മാൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ അവർ ആക്ഷൻ എടുക്കുന്നില്ല, ശരിയാണ്. ഓക്കെ, സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റക്കായിരിക്കാം, പേഴ്സൺ സ്റ്റക്കായിരിക്കാം. ഓൾറെഡി ഞാൻ പറഞ്ഞു 2 പേര് എന്ന് പറഞ്ഞു. ഇവിടെ 2 of Wands ഉണ്ട്. സോ 2 സിറ്റുവേഷൻ്റെ ഒരു കൺഫ്യൂഷൻ അവരുടെ മൈൻഡിലുണ്ട്. ഏതാണ് വേണ്ടതെന്നുള്ളൊരു ഡിസിഷൻ എടുക്കൽ അവിടെ പെൻഡിങ് ആണ്. ഓക്കെ, പക്ഷേ ആ ഒരു ഹാങ്മാൻ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഇത് ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി ഇതൊരു ക്ലോക്ക് ഉണ്ട് ഇവിടെ, ടൈം ഉണ്ട്, ഡിവൈൻ ടൈം. നമുക്ക് വീൽ ഓഫ് ഫോർച്യൂണായിട്ട് കണക്ട് ചെയ്യാം. സോ ഡിവൈൻ ടൈമിൽ ഓക്കെ കാര്യങ്ങൾ യൂണിവേഴ്സായിട്ട് ഇവർക്ക് കാണിച്ചു കൊടുക്കും. ഓക്കെ, ഇതിവര് പെട്ട് നിൽക്കുകയാണ് എന്നാണ് കാണുന്നത്. പക്ഷെ പെട്ട് നിൽക്കുന്നത് നോക്കിക്കോളൂ, ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള അങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയൊന്നുമല്ല. എൻ്റെ അത് മാത്രമല്ല, ഇവർ കംഫർട്ടബിൾ ആണ്. ഓക്കെ, കയറ് പോലും ശരിക്കും ഇവിടെ പൂവുകൊണ്ട് ഉണ്ടാക്കിയ കയറാണ്. സോ കാല് അങ്ങനെ വേദനിക്കുന്ന തരത്തിലൊന്നുമല്ല. ഓക്കെ, പക്ഷെ അവര് ഇപ്പോൾ ഈ ഒരു സമയം അവർ വളരെ പീസ്ഫുൾ ആണ്. ഓക്കെ, അവർ സമാധാനപരമായിട്ടാണ് ഇരിക്കുന്നത്, അവർ ചിന്തിക്കുകയാണ്. ഓക്കെ, അവർ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണെന്ന് പറയാം. ഓക്കെ, സോ ഐ തിങ്ക് ഇത് ഈ ഒരു സമയം ഇപ്പോൾ സെപ്പറേഷൻ ആണെങ്കിൽ, നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ആണെങ്കിൽ അത് ആക്ച്വലി ആ സമയം ആവശ്യമാണ്. ഓക്കെ, ആവശ്യം. അതും മേ ബി ജഡ്ജ്മെന്റ് ഇവിടെ ഉണ്ട്. സോ യൂണിവേഴ്സായിട്ട് ചെയ്തായിരിക്കാം. ആക്ച്വലി ഇത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തു ആവാം ഈ ഒരു സെപ്പറേഷൻ. ഓക്കെ, അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ആ പേഴ്സൺ നല്ല സ്ട്രോങ് ആയിട്ട്, നല്ലൊരു കമ്മിറ്റഡ് ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് അല്ലേ. അപ്പം അതൊന്ന് വർക്കൗട്ട് ആവണമെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് കൂടി ഒരു മെച്യൂരിറ്റി വരണം, അവരെ കൂടി ഒരു ഗ്രോത്ത് വരണം. ഓക്കെ, ആ ചില തിരിച്ചറിവുകൾ അവരുടെ ഭാഗത്ത് വരണം. സോ അതിന് വേണ്ടിയിട്ട് യൂണിവേഴ്സ് ചില സമയത്ത് അവരെ ഒന്ന് മാറ്റി നിർത്തും. ഓക്കെ, ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ഞാൻ വെറുതെ നിങ്ങളെ സമാധാനിപ്പിക്കാൻ പറയുന്നതല്ല. യെസ്, അങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ യൂണിവേഴ്സ് അങ്ങനെ നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇതൊരു ഡിവൈൻ ടൈമിൻ്റെ ഒരു കാര്യമാണ്.
ഡിവൈൻ അവിടെ വർക്ക് ചെയ്യാണ്. ഓക്കെ, നിങ്ങൾ ആ സമയം വിട്ടുകൊടുക്കുക. ഓക്കെ, നിങ്ങൾ ചേസ് ചെയ്ത് പോകാതിരിക്കുക. ഒന്നാമത്തെ കാര്യം. ഐ തിങ്ക് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്, അങ്ങനെ തന്നെ നിൽക്കുക. ഓക്കെ, പിന്നാലെ ചേസ് ചെയ്ത് പോകേണ്ട. പേഴ്സൺ സംസാരിക്കുന്നില്ലെങ്കിൽ മാറിയൊക്കെ നിൽക്കുന്നുണ്ട്, സെപ്പറേഷനാണ്, ബ്ലോക്കാണ്, എന്ത് തന്നെയായാലും നിങ്ങൾ വിട്ട് കളഞ്ഞേക്കാം. ഓക്കെ, അവർ ചിന്തിക്കട്ടെ. അവരിപ്പോൾ ആലോചിക്കാനുള്ളൊരു സമയം എടുക്കുകയാണ്. അത് നല്ലതാണ്. അവർക്ക് ചില റിയലൈസേഷൻസ് വരുന്ന സമയമാണിത്. ആൻഡ് ഇവിടെ പേജ് ഓഫ് വൺസിൻ്റെ കമ്മ്യൂണിക്കേഷൻ്റെ അഗൈൻ ഓക്കെ, അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം, അവർക്ക് ഫീലിംഗ് ഉണ്ട് അവരോടിൽ. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലൊരു പുതിയ ഡെവലപ്മെന്റ് കൊണ്ടുവരണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. കമ്മ്യൂണിക്കേഷൻ വേണം, സംസാരിക്കണം, എക്സ്പ്രസ് ചെയ്യണം, ഫീലിങ്സ് പറയണം, എല്ലാം അവർക്ക് ആഗ്രഹമുണ്ട്. മജീഷ്യനാണ്, നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യണം അവർ. ഓക്കെ, എവിടെയോ അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, ഓൾറെഡി പാസ്റ്റിൽ ചിലപ്പോൾ അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്ത് നേടിയെടുത്തതായിരിക്കും. നിങ്ങൾ രണ്ടുപേരും ഐ തിങ്ക് പരസ്പരം നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഒരു വ്യക്തി വേണം എന്ന് നിങ്ങൾ രണ്ടുപേരും മാനിഫെസ്റ്റ് ചെയ്താണ്. ഓക്കെ, അതിൻ്റെ ഒരു റിസൾട്ടായിട്ടാണ് ഈ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ളത്. സോ നമുക്ക് പേഴ്സൺ ഇപ്പോൾ യെസ് ഒരു ലേശം നിങ്ങൾ പറഞ്ഞ പോലെ സെപ്പറേഷൻ ഉണ്ടാവാം, സെപ്പറേഷൻ്റെ കാര്യം കണ്ടിട്ടുണ്ട്. ഓക്കെ, ബട്ട് ഐ തിങ്ക് അവർ ആക്ഷൻ എടുക്കാൻ തയ്യാറാവുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി ഒരു മാറ്റം വരാനുള്ള സമയമാണെന്ന് നിങ്ങൾ എടുത്തോളൂ. ഓക്കെ, പേഴ്സൺ ആക്ഷൻ എടുത്തോ ഇല്ലേ എന്നുള്ളതല്ല, നിങ്ങളെ ഐ തിങ്ക് ഈ റിലേഷൻഷിപ്പിൽ ഒരു മാറ്റം വരുന്ന സമയമാണ്. വീൽ ഓഫ് ഫോർച്യൂൺ ഞാൻ ഓൾറെഡി പറഞ്ഞു. സോ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു ബ്രേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അത് അവർ ചിന്തിക്കുന്ന സമയമാണ്. ഓക്കെ, ആ തീരുമാനം അവർക്ക് യെസ് തേർഡ് പാർട്ടി. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, തേർഡ് പാർട്ടി മാരേജ് ആവാം. ഓക്കെ, നിങ്ങൾ മാരീഡ് ആവാം, അവർ മാരീഡ് ആവാം, അല്ലെങ്കിൽ പാരൻസിൻ്റെ ആരുടെയെങ്കിലും തടസ്സം എന്ന രീതിക്ക് ഫ്രണ്ട്സ് ആരെങ്കിലും നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കല്. സോ അങ്ങനെ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഇവിടെ ഉണ്ട്. ഓക്കെ, പക്ഷേ അതിൻ്റെ മേലെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, കുറച്ച് കാർഡ്സ് കൂടി. അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്നൊന്ന് എടുക്കാൻ പോണേ ഞാൻ. ഓക്കെ, ജസ്റ്റ് ഇപ്പോൾ ഓവറോൾ ഞാൻ എനർജി നോക്കിക്കൊണ്ടിരുന്നല്ലേ. ഓക്കെ, അവർക്ക് നിങ്ങളോട് ഇപ്പം എന്താണ് ഫീൽ ചെയ്യുന്നത് നിങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ ഓക്കെ, 2 കാർഡ് വന്നു. 8 of Pentacles and Knight of Wands. ഉപ്സ്, ഇത് രണ്ട് കാർഡ്. ഓ മൈ ഗോഡ്. ഓക്കെ, ആൻഡ് ദ ലവർ കാർഡിൻ്റെ ഇവിടെ പേജ് ഓഫ് സോർഡ്സ് ഉണ്ട് ഇവിടെ. ഓക്കെ, 3 of Swords. അവർക്കും വിഷമമുണ്ട് കേട്ടോ. ഓക്കെ, അവർക്ക് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ലോണം വിഷമമുണ്ട്. ഓക്കെ, മീൻസ് അവർക്കും വേദനിക്കുന്നുണ്ട് എന്നും പറയാം. അല്ലെങ്കിൽ ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷനും കാരണമോ നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ഉണ്ടെങ്കിൽ അവരും വേദനിക്കുന്നുണ്ട്, അവർക്കും വിഷമമുണ്ട്. ഓക്കെ, ഒരിക്കലും അതില്ലാന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾ? ഓക്കെ, 3 of Swords. യെസ്, അവർ വിഷമിച്ച് നിൽക്കുന്നതായിട്ടാണ് എനിക്ക് ഫീലിംഗ് വരുന്നത്. നിങ്ങളുടെ മാത്രമല്ല, നിങ്ങൾക്ക് ഐ തിങ്ക് നിങ്ങൾ തവണ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. ഫുൾ മൂൺ ഐ തിങ്ക് നിങ്ങളെ സ്ട്രോങ് ആക്കിയെന്ന് തോന്നുന്നു. ഓക്കെ, എനിവേ ഗുഡ്. ഓക്കെ, ഇവിടെ അഗെയിൻ 8 of Pentaclesഉം നമുക്ക് വന്നിട്ടുണ്ട്, സെയിം കാർഡ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണും എഫർട്ട് ഇടാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നമുക്കിത് രണ്ടും നിങ്ങളിപ്പോൾ കാണുന്ന ആളും മറ്റേ ആളും എന്ന രീതിക്ക് എടുത്താൽ മതി. ഓക്കെ, ഇതിൽ ഒന്ന് എന്തായാലും മാൻ വന്നിട്ടുണ്ട്, ഇവിടെ ലേഡിയും ഉണ്ട്. സോ നിങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എനർജീസ് മാറ്റിയെടുക്കാം. ലവേഴ്സ് എനർജി ഉണ്ട് ഇവിടെ. സോ നിങ്ങളുമായിട്ട് തീർച്ചയായിട്ടും ഒരു റീയൂണിയൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്, പാഷനേറ്റ് ആയിട്ട് മീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദ കിങ് ഓഫ് വാൻസ് ആയിരുന്നു, നൈറ്റ് ഓഫ് വാൻസ് ഉണ്ട് ഇവിടെ. സോ കമ്മ്യൂണിക്കേഷൻ വരുന്നതായിട്ട് തീർച്ചയായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, പാഷനേറ്റ് ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾ തമ്മിലുണ്ടാവും. ആൻഡ് റീയൂണിയൻ ഇവിടെ ഉണ്ടാവാൻ സകല സാധ്യതയുണ്ട്, എല്ലാ സാധ്യതയുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്ന റീയൂണിയൻ ആണ്. ഓക്കെ, അവരുടെ മനസ്സിൽ ആക്ച്വലി ശരിക്കും നിങ്ങൾ തമ്മിലുള്ള വളരെ ഒരു പ്യുവർ ലവ് എന്ന രീതിയിലാണ് എനിക്ക് കാണുന്നത്. എൻ്റെ ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ 1-2 തവണ വന്ന സ്ഥിതിക്ക് 2 തവണ എനിക്ക് ഫീൽ ചെയ്തപ്പോൾ ഐ തിങ്ക് ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ എന്ന രീതിക്കൊക്കെ പറയാം. പേഴ്സണും അത് ഫീൽ ചെയ്യുന്നുണ്ട്. അവർക്ക് നിങ്ങളോട് വളരെ ശരിക്കും ജെന്യുവൻ ആയിട്ടുള്ള ഇഷ്ടമാണ് അവരുടെ മനസ്സിൽ. ഓക്കെ, അതിനിവിടെ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടാവും, അവർക്കും വിഷമമുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഓക്കെ, ഫീലിങ്സ് യെസ് അവർക്ക് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, ഞാൻ ഫ്യൂച്ചർ ഇതിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ ഓക്കെ, ഫ്യൂച്ചർ എന്താവും നമുക്ക് ഇതിൽ നോക്കാം. ഈ ഒരു ഡെക്കിൽ നോക്കാം എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ. എന്താ ഇടയ്ക്കിടയ്ക്ക് ഇപ്പം എൻ്റെ കാർഡ്സ് ഒക്കെ മിക്സപ്പ് ആവണം. ഞാൻ വളരെ കെയർഫുൾ ആണ് സാധാരണ. ഓക്കെ, എന്തോ പറ്റുന്നുണ്ട്. ഇത് കഴിഞ്ഞ തവണ എടുത്തതിൻ്റെ ആണ്, മിക്സപ്പ് ആയതാണ്. ഓക്കെ, സോറി, വിട്ടേക്കാം. ഇറ്റ്സ് ഓക്കെ. ഓക്കെ, ഓക്കെ, ഫ്യൂച്ചർ വൈ എന്ന് പറയുന്നുണ്ട്. ഫോക്ക് ഇൻ ദ റോഡ്, ബിറ്റ്വീൻ ദ വേൾഡ്സ്. വളരെയധികം പേഴ്സൺ കൺഫ്യൂസ്ഡ് ആണ് കേട്ടോ. പേഴ്സൺ ഒരുപാട് കൺഫ്യൂസ്ഡ് ആണ്. ഓക്കെ, ബട്ട് മെൻഡിങ് വരും. ടൈം ഫോർ എ നാപ്പ്. ഓക്കെ, ബ്രീത്ത്.
ഗോ ദ ഡിസ്റ്റൻസ്. വെരി ഗുഡ്. ഓക്കെ, ഇവിടെ മെയിൻ ആയിട്ട് നിങ്ങളുടെ പേഴ്സണെ ഇപ്പം ചിന്തിക്കുന്നുണ്ട്, എന്താണ് ഇതൊക്കെ സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങളോട് ഇത്ര അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഇത്ര അവർക്ക് വിട്ടുപോകാൻ സാധിക്കാത്തത്, നിങ്ങളെ വേണം എന്ന് എന്തുകൊണ്ടാണ് തോന്നുന്നത്. ഓക്കെ, വീണ്ടും നിങ്ങൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് സെപ്പറേഷൻ വന്നാലും വീണ്ടും ഒന്നിക്കുന്നുണ്ടാവും. ഓക്കെ, വീണ്ടും നിങ്ങൾ തിരിച്ച് വരുന്നുണ്ടാവും. അപ്പോൾ അവർ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഫീൽ ചെയ്യുന്നത്, അവർ ആ വൈ ക്വസ്റ്റ്യൻ അവരുടെ മൈൻഡിൽ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ സെപ്പറേഷൻ ആയിട്ടുണ്ടെങ്കിൽ തന്നെ എന്തിനാണ്, എന്താ സംഭവിച്ചത്, എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ ഫോക്കലിൻ്റെ റോഡും ഉണ്ട്, ബിറ്റ്വീൻ വേൾഡ്സും ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, അവർ രണ്ട് കാര്യത്തിൽ ഇപ്പോൾ സ്റ്റക്കാണ്. ഒന്ന് തേർഡ് പാർട്ടി, ഓക്കെ, അതിപ്പോൾ ആരും ആവാം. ഓക്കെ, അഗൈൻ അവരുടെ ലൈഫിലുള്ള ആരും ആയിക്കോട്ടെ, ഒരു അതും നിങ്ങളെയും തമ്മിലുള്ള ചോയ്സ്. ഓക്കെ, 2 of Wands ഞാൻ നേരത്തെ പറഞ്ഞു. സോ കൺഫ്യൂഷൻ അവരുടെ മൈൻഡിൽ നല്ലോണം ഉണ്ട്. ഒരു ഡിസിഷൻ എടുക്കേണ്ട സമയമാണ് ഇപ്പോൾ. യൂണിവേഴ്സ് അവർക്ക് തീരുമാനം എടുക്കാൻ ഉള്ള ഒരു സമയമായിട്ട് ഇപ്പോൾ കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, ആ ഒരു ഡിസിഷൻ ഞാൻ അതാ പറഞ്ഞത്, അവർ സ്റ്റക്കായി നിൽക്കുക. പക്ഷേ സ്റ്റക്കായി നിൽക്കുമ്പോഴും അവർ തീരുമാനത്തിന് ഇതിനെപ്പറ്റി അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, കാര്യങ്ങളെ പറ്റി മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് പക്ഷെ വരാൻ പോകുന്നത് ഇപ്പോൾ ടൈം ഫോർ നാപ്പ് എന്ന് പറഞ്ഞാൽ മേ ബി നിങ്ങൾ സെപ്പറേഷൻ ആയിരിക്കാം. ഞാൻ പറഞ്ഞു, ഓക്കെ, സെപ്പറേഷൻ വല്ലതും ആയിരിക്കും. മെൻഡിങ് വരുന്നുണ്ട്. മെൻഡിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ബെറ്റർ ആവും, റീയൂണിയൻ എന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, കാര്യങ്ങൾ സിറ്റുവേഷൻ ബെറ്റർ ആവും എന്ന രീതിക്ക് പറയാം. പരസ്പരം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളതിനെ ശരിയാക്കി വീണ്ടും ശരിയാവും എന്നാണ്. നിങ്ങളുടെ അഡ്വൈസ് ഇവിടെ ബ്രീത്ത് എന്നുണ്ട്. ഓക്കെ, ബ്രീത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തൽക്കാലം ശാന്തമായിട്ടിരിക്കുക, സ്ട്രെസ് ചെയ്യേണ്ട. ഓക്കെ, സെപ്പറേഷൻ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞു, ഡിവൈൻ വേണം വെച്ചുണ്ടാക്കുന്ന ചില സെപ്പറേഷനാണ്. കുറച്ച് ദിവസം നിങ്ങളൊന്ന് സൈലൻ്റ് ആയിരിക്കും, ഒന്ന് മാറി നിൽക്കുമ്പോൾ അവിടെ ഒരു സ്പേസ് കിട്ടുകയാണ്. ഓക്കെ, നിങ്ങൾക്കും തന്നെ അവർക്കും തന്നെ ഒക്കെ ഒരു സ്പേസ് വരാണ്. ആ സ്പേസ് അവിടെ ഇപ്പോൾ നിങ്ങളും പോസിറ്റീവായിട്ട് അതിനെ യൂസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ നെഗറ്റീവ് മൈൻഡിലേക്ക് ഒന്നും കൊണ്ടുവരാതിരിക്കുക. നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ട്, ഒരു എന്താ പറയുക, ശരിക്കും അവരെ പ്യുവറായിട്ട് നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളെ അവർ തിരിച്ചു കൊണ്ടുതരും എന്ന് നിങ്ങൾ പ്രതീക്ഷ ഉണ്ടാതിരിക്കുക. ഓക്കെ, ആൻഡ് ഇവിടെ ഗോ ദ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകും എന്നാണ്. ഓക്കെ, അത് മുന്നോട്ട് ഇനിയും ഉണ്ടാവും, അത് അവസാനിച്ചിട്ടില്ല എന്ന രീതിക്ക് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാനുണ്ട്, അതാണ്. ഓക്കെ, നിങ്ങളായാലും പേഴ്സണായാലും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. വീണ്ടും ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അവർ റിസ്ക് എടുത്തിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകും, ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് വരും, ഉണ്ടാവും നിങ്ങൾ തമ്മിൽ. ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോൾ സയൻസ് ഒക്കെ കാണുന്നുണ്ടാവും, യൂണിവേഴ്സ് സയൻസ് കാണിക്കുന്നുണ്ടാവും, എന്താണ് സംഭവിക്കുക, നിങ്ങൾക്ക് ഒരു പ്രതീക്ഷ യൂണിവേഴ്സ് തരും. ഓക്കെ, സോ ഇത് ഇന്ന് ഈ റീഡിങ് ചെയ്യണം എന്ന് തോന്നി എനിക്ക്. സോ അതുകൊണ്ടാണ് അങ്ങനെ എടുത്തത്. ഓക്കെ, എല്ലാവർക്കും പോസിറ്റീവായിട്ടിരിക്കുക, നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.